മുൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും മുതിർന്ന CPI നേതാവുമായ CA കുര്യൻ, CPM നേതാവായ S രാജേന്ദ്രൻ MLA, KPCC വൈസ് പ്രസിഡന്റ് AK മണി XMLA, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P മുത്തുപ്പാണ്ടി തുടങ്ങി ജില്ലാ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വമ്പന്മാരാണ് കോൺഗ്രസ് നേതാവിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. 1971 കണ്ണൻ ദേവൻ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം 1,27,854 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് 1974 രൂപീകരിച്ച കേരള ലാൻഡ് ബോർഡ് ഇതിൽ 57,359 ഏക്കർ കണ്ണൻ ദേവന് തിരിച്ചു നൽകുകയും ചെയ്തു. ഈ ഭൂമിയിൽ ചിലത് കണ്ണൻ ദേവൻ കമ്പനി പാട്ടത്തിന് നൽകി. അപ്രകാരമുള്ള പാട്ടഭൂമിയിലാണ് കോൺഗ്രസ് നേതാവിന്റെ റിസോർട്ട് നിലനിൽക്കുന്നതെന്നാണ് ഇടതു വലത് നേതാക്കൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നത്. എന്നാൽ BTR രേഖകളിൽ സർക്കാർ ഭൂമിയെന്ന് കണ്ടാണ് റവന്യൂ വകുപ്പ് നടപടിക്കൊരുങ്ങിയത്. ഈ ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ കൈവശക്കാരൻ നൽകിയ അപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവുകളടക്കം പല രേഖകളും റവന്യൂ വകുപ്പിന്റെ കൈവശമുണ്ട്. കയ്യേറ്റക്കാരന്റെ കൈവശം വ്യക്തമായ ഒരു രേഖയുമില്ലാത്തതിനാലാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി എതിർത്തതിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇതിനുശേഷമാണ് സബ് കളക്ടറുടെ നിലപാടുകളെ തള്ളിക്കൊണ്ട് CPI നേതാക്കളടക്കം രംഗത്ത് വന്നത്. ജീവ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.